എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ ബാത്റൂമുകളൊക്കെ എങ്ങനെ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വീട്ടിലെ ബാത്റൂമൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ തന്നെ കഴുകാറുണ്ട്. ഡെയിലി കഴുകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒന്നരാടം കഴുകുന്നവരുണ്ട്. പക്ഷേ എത്രയൊക്കെ കഴുകിയാലും നമ്മുടെ ബാത്റൂമിൽ പലപ്പോഴും ഒരു വഴുവഴുക്കലും അതുപോലെ തന്നെ ഒരു സ്മെല്ലും ഒക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ബാത്റൂം പെട്ടെന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഡീപ്പ് ക്ലീൻ ചെയ്യുവാണെങ്കിൽ വെറും 5 മിനിറ്റിൽ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് സമയമൊന്നും നമ്മൾ ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കളയേണ്ട കാര്യമില്ല. മിക്കവർക്കും തന്നെ ബാത്റൂം ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുക. പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ മൂവിയൊക്കെ പ്ലേ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അത് ഹെഡ്സെറ്റിൽ കൂടെ വല്ലതും കേട്ടിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ വസ്ത്രങ്ങളൊക്കെ കഴുകുന്ന ലിക്വിഡ് ഡിറ്റർജൻറ്റ് എടുത്തിട്ടുണ്ട്. അത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കംഫർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കംഫർട്ട് ഉണ്ടെങ്കിൽ കംഫർട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംഫർട്ട് ചേർക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മളിത് ഉപയോഗിച്ച് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ബാത്റൂമിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമ്മുടെ ബാത്റൂമിലുള്ള കറകളൊക്കെ കളയാനായിട്ട് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷ് നമ്മുടെ ക്ലീനിങ് സൊല്യൂഷനിൽ ഒന്ന് മുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രഷിലെ എല്ലാ ഭാഗത്തും ആ ക്ലീനിങ് സൊല്യൂഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ബാത്റൂമിലെ വാൾ ടൈലുകൾ അതുപോലെ ഫ്ലോർ ടൈലുകൾ എല്ലാം ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്രഷ് ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെ വെക്കുന്നതാണ് കേട്ടോ. വേറെ ഒന്നും ക്ലീൻ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ആദ്യം ബാത്റൂമിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാത്റൂമിലെ ഓരോ ടൈലുകളും നമ്മുടെ ഈ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ എല്ലാ ദിവസവും തന്നെ അല്ലെങ്കിൽ ഒന്നരാടം തന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലീനിങ് ഒരു വലിയ തലവേദനയാവില്ല. പിന്നെ നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ടൈലിൽ ആദ്യം ഫോക്കസ് കൊടുക്കുക. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക. എന്നിട്ട് ആ ഒരു ടൈലിൽ ഫോക്കസ് കൊടുത്ത് തൊട്ടടുത്തുള്ള ടൈല് അതിൻ്റെ അടുത്തുള്ളത് ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാ ഭാഗവും ഒരുപോലെ ക്ലീൻ ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതൊരു ചെറിയ ബാത്റൂമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്യാമറയും അതുപോലെ ട്രൈപോഡൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സൗകര്യമുള്ള ഭാഗത്ത് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈലെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ പോവാത്തത്. പക്ഷേ നിങ്ങൾ വീട്ടിൽ ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ടൈല് ആദ്യം ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള ടൈല് ക്ലീൻ ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും അല്ലെങ്കിൽ 5 മിനിറ്റ് പോലും ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു ദിവസം വാൾ ടൈല് ക്ലീൻ ചെയ്യാം, അതിൻ്റെ അടുത്ത ദിവസം ഫ്ലോർ ടൈല് ക്ലീൻ ചെയ്യാം, അതിൻ്റെ അടുത്ത ദിവസം നമ്മുടെ ബാത്റൂമിലുള്ള ടാപ്പുകൾ അല്ലെങ്കിൽ സോപ്പ് ട്രേ അതുപോലുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യാം, അതിൻ്റെ അടുത്ത ദിവസം ഫ്ലഷ് ടാങ്ക് പിന്നെ ക്ലോസറ്റ് ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഒരു കംഫർട്ട്, നമ്മുടെ ആ ഒരു സമയം അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങാനായിട്ട്. ഇപ്പോൾ ഒരു ഏരിയ ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഏരിയ എല്ലാം അടിച്ച് തുടച്ച് സ്പാർക്ലിങ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വെട്ടിത്തിളങ്ങുന്ന പോലെ ആക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് 5 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഡെയിലി ക്ലീൻ ചെയ്യുന്ന ബാത്റൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതേ സമയത്ത് കുറേ കറകളൊക്കെ പിടിച്ച് കിടക്കുന്ന ബാത്റൂമാണെങ്കിൽ ഇതിലും സമയം കൂടുതലെടുക്കും. നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒരു 15 മിനിറ്റൊക്കെ എടുത്തേക്കാം. പക്ഷേ മിക്കവാറും തന്നെ എല്ലാവരും ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടമൊക്കെ ബാത്റൂം ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ, അതായത് ഈ കംഫർട്ടും നമ്മുടെ ഫാബ്രിക് ഡിറ്റർജൻറ്റും അതുപോലെ തന്നെ ഉപ്പും ചേർന്ന ആ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെയാണ് കേട്ടോ പൈപ്പും ടാപ്പുകളും എല്ലാം തന്നെ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ സോപ്പൊക്കെ വയ്ക്കുന്ന ആ ഒരു ഭാഗം, ആ ഭാഗവും കൂടി ക്ലീൻ ചെയ്യാനായിട്ട് യാതൊരു കാരണവശാലും വിട്ടു പോകരുത്. കാരണം ആ ഭാഗത്തൊക്കെ സോപ്പൊക്കെ വീണ് അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു
ട്രെയിൽ, ഒരു ഗ്ലാസ് ടൈപ്പ് ട്രെയിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ സോപ്പുകളൊക്കെ ഇടയ്ക്ക് വീഴാറുണ്ട്. പക്ഷെ ഞാൻ കുളി കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് പോകുന്നൊരു ശീലം ഉള്ളതുകൊണ്ട് അത് അധികം ഉണങ്ങി പിടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ അത് അധികം ഉണങ്ങി പിടിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ സോപ്പുകളൊക്കെ ഉണങ്ങി പിടിക്കാനും അത് ഒരു കറ പോലെ ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഉരച്ചൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൽ വെച്ചിരുന്ന എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടല്ലോ, അപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. കാരണം ഒരുപാട് കറയൊന്നുമില്ല, എനിക്കറിയാം. കാരണം ഞാൻ ഡെയിലി അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അവിടെ കറയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ നിങ്ങളെ വീട്ടിൽ അത് ഡെയിലി ഒന്നും ക്ലീൻ ചെയ്യാത്ത ആളാണെങ്കിൽ ഒരു ബ്രഷൊക്കെ വെച്ചിട്ട് അതൊന്ന് ഉരച്ച് കഴുകുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഗ്ലാസിൻ്റെയൊക്കെ ആണെങ്കിൽ ഹാർഡായിട്ടുള്ള ബ്രഷുകളൊന്നും യൂസ് ചെയ്ത് സോഫ്റ്റായിട്ടുള്ള സ്പഞ്ചസ് ഉപയോഗിച്ച് നമുക്കവിടെ ക്ലീൻ ചെയ്യാം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നല്ല പോലെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ വൈപ്പ് ഡൗൺ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഉപ്പിൻ്റെ കറകൾ പോലെ പറ്റി പിടിച്ചിരിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകുക. പ്രത്യേകിച്ച് ടാപ്പിൻ്റെ ഭാഗത്തൊക്കെ നല്ല പോലെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ആ ഉപ്പിൻ്റെ ഒരു ഹാർഡ് വാട്ടർ സ്റ്റെയിൻ പോലെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ക്ലീനിങ്ങിൽ നമ്മൾ യാതൊരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമാണ് ഫ്ലഷ് ടാങ്ക്, അതുപോലെ ക്ലോസറ്റിൻ്റെയൊക്കെ ഏരിയ. അപ്പോൾ ഫ്ലഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ആ ബ്രഷ് വെച്ച് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗമൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലത്തെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വല്ലപ്പോഴും ഒരിക്കൽ, അതായത് 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോൾ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലത്തെ ഭാഗവും ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. കരടുകളൊന്നും വീണ് കിടക്കില്ല. അതുപോലെ തന്നെ ഫ്ലഷ് ടാങ്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഫ്ലഷ് ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഒരുപാട് ഡീപ്പായിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും ക്ലീൻ ചെയ്യുന്നില്ല, പുറം ഭാഗം മാത്രമേ ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളൂ. കാരണം ഉള്ളിലൊന്നും നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ ഭാഗവും നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കുക. അതുപോലെ തന്നെ കമോഡിൻ്റെ ഭാഗമൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ടോയ്ലറ്റ് അല്ലെങ്കിൽ കമോഡൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ബാത്റൂമിലെ ടൈലുകളിലും വാളിലും ഒക്കെ നമ്മളൊക്കെ ഡിറ്റർജൻറ്റ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. പക്ഷേ കമോഡിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് സൊല്യൂഷൻസൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അതെല്ലാം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ ബ്രഷ് വെച്ചൊന്ന് കഴുകിയെടുത്താലും മതി. ഡിറ്റർജൻറ്റുകളൊക്കെ അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ടാങ്കിലേക്ക് ഉള്ള നല്ല ബാക്ടീരിയാസൊക്കെ നശിച്ചു പോകും. അപ്പോൾ അതിലുള്ള അഴുക്കൊക്കെ നശിച്ചു പോകുന്ന ആ പ്രക്രിയയൊക്കെ സ്ലോ ഡൗൺ ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ ഭാഗവും നല്ലപോലെ ക്ലീൻ ചെയ്ത ശേഷം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ട്രേസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സാധനങ്ങൾ വെക്കുമ്പോൾ അത് ആ വെള്ളം ഉണങ്ങി പോവില്ല. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ സോപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ വെള്ളത്തിൽ സോപ്പ് വരും. അപ്പോൾ അവിടെ വീണ്ടും കറകൾ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബനിയൻ്റെ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെയൊക്കെ പഴയ ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ, ബനിയനൊക്കെ ഉള്ള ആ ബനിയൻ സ്റ്റഫായിട്ടുള്ള ക്ലോത്തുകൾ ഉപയോഗിച്ച് നമുക്ക് തുടയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ എടുത്ത ഓരോ സാധനങ്ങൾ തിരിച്ച് വയ്ക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അടിവശവും മുകൾ ഭാഗവും എല്ലാ ഭാഗവും ഒന്ന് തുടച്ച ശേഷം വെക്കുകയാണെങ്കിൽ അതിലും അഴുക്കുകളൊന്നും ഇല്ലാന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ബാത്റൂം നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബാത്റൂമിൻ്റെ ഡോറും കൂടെ ഒന്ന് ജസ്റ്റ് വൈപ്പ് ഡൗൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ജസ്റ്റ് വെള്ളത്തിൽ ഒരു ബനിയൻ ക്ലോത്ത് മുക്കിയിട്ട് അതൊന്ന് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് അത് വെച്ച് ബാത്റൂമിൻ്റെ ഡോറൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിലും ബാത്റൂമിൻ്റെ ഡോറും നല്ലപോലെ ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.